പത്തനംതിട്ട അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന ആദർശിനെ കുറ്റപ്പെടുത്തുന്നതൊക്കെ കേട്ടിട്ട് ഒടുവിൽ സത്യം അങ്ങ് തുറന്ന് പറയാണ് കേട്ടോ. ചന്തുമോളുടെ അച്ഛൻ ആദർശല്ല, അഭിയാണ് തെറ്റുകാരൻ. നിങ്ങളുടെ മൂത്ത മകളുടെ ഭർത്താവായിട്ടുള്ള അഭിയാണ് ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ എന്നുള്ള ഒരു സത്യം നമ്മുടെ നയന ഗോവിന്ദനും കനികയ്ക്കും മുന്നിൽ തുറന്ന് വെളിപ്പെടുത്തുകയാണ്. ഇത് കേട്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അവര്. കൂട്ടത്തിൽ സന്തോഷമുണ്ട്. എന്നിട്ട് കനക പറയുന്നുണ്ട്, മോളെ ഏതായാലും അഭിയാണ് കുറ്റക്കാരനെ അറിഞ്ഞത് എന്നുള്ളതിൽ ഞങ്ങൾക്കൊരു നെട്ടലുമില്ല. കാരണം അവൻ്റെ സ്വഭാവം അതാണ്. അവൻ ഇതല്ല ഇതിൻ്റെ അപ്പുറം ചെയ്യുന്നവനാണ് എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ടായത് കൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് ഷോക്കായിട്ടൊന്നുമില്ല. പിന്നെ ആദർശാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് അറിഞ്ഞത് മുതൽ ഞങ്ങൾക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവനല്ല കുറ്റക്കാരൻ എന്നുള്ളത് തെളിയിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിലൊക്കെ സംസാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ഞങ്ങൾ ചേച്ചിയെ സങ്കടപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ടാണ് ആദർശേട്ടനെ ഇത്രത്തോളം കുറ്റം പറഞ്ഞിട്ടും ഞങ്ങളൊക്കെ അത് സഹിച്ച് നിന്നിട്ടുള്ളത്. ചേച്ചിയുടെ ഭാവി സുരക്ഷിതമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ അമ്മയും അച്ഛൻ്റെയും കുറ്റപ്പെടുത്തലുകൾ ഓവറായിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. കാരണം ആദർശേട്ടൻ അത്തരത്തിലൊരു തെറ്റ് ചെയ്യില്ല എന്നുള്ളത് 100% ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് പോലും അച്ഛനും അമ്മയും വിശ്വസിക്കുന്നില്ലല്ലോ. അത് കേട്ടിട്ടാണ് ഞാൻ അതങ്ങ് തുറന്ന് പറഞ്ഞത്. ഇനി ചേച്ചിയോട് ഇത് പറയാനൊന്നും നിൽക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ നയന പറയണം. ആ സമയത്ത് കനക പറയുന്നുണ്ട്, തൽക്കാലം ഇത് മൂടി വയ്ക്കാം. പക്ഷേ മറ്റുള്ളവരെ ഒരു തെറ്റും ചെയ്യാത്ത ആദർശിനെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ അത് നമുക്കെങ്ങനെ സഹിക്കാൻ പറ്റുക എന്നുള്ള രീതിയിലൊക്കെ കനകയും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ അമ്മയും അച്ഛനും ഒക്കെ കുറ്റം പറയുന്നത് കേട്ടിട്ടൊക്കെ സഹിച്ചു നിന്നല്ലോ, അതുപോലെ അങ്ങ് നിൽക്കാനല്ല, അത് വേറൊരു വഴിയും ഇല്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് ഗോവിന്ദനും കനകയും ഒക്കെ ആദർശിനോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല അച്ഛ, ഏതായാലും നല്ല കാര്യത്തിനല്ലേ, നബിയുടെ ജീവിതം സേഫ് ആവാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ അബിയെ ഇങ്ങനെ ഒരിക്കലും വിട്ടാൽ പറ്റില്ല. അവനെ എന്തായാലും ഒരു വഴിക്ക് കൊണ്ടുവരണം, 8ന്റെ പണി കൊടുത്ത് പൂട്ടണം. പക്ഷെ നവ്യ അറിയാനും പാടില്ല. അത്തരത്തിലായിരിക്കണം നമ്മുടെ പ്ലാനിങ് എന്നുള്ള രീതിയിലൊക്കെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ കനകയും പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇനിയിപ്പോൾ നവ്യ അറിഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഇത്തരം തെറ്റ് ചെയ്യുന്ന, ഇത്തരത്തിൽ കള്ളനായിട്ട് നടക്കുന്ന ഒരാളെ ഒരിക്കലും വെറുതെ വിടാൻ പറ്റില്ല. പിന്നെ നവ്യയുടെ ജീവിതം എന്താവും എന്നുള്ളതൊന്നും ഇനിയിപ്പോൾ മുന്നോട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇത്രയും ക്രിമിനലായിട്ടുള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് തെറ്റ് ചെയ്തിട്ടുള്ളവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയാണ് വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ കനക പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ ആദർശും നയനയൊക്കെ തിരിച്ച് അനന്തപുരിയിലോട്ട് പോകുന്നുണ്ട്. പോയിട്ട് ആ സമയത്ത് നവ്യ നയനയായിട്ട് ഉടയ്ക്കാനൊക്കെ വരുന്നുണ്ട്. പക്ഷേ പിന്നെ ഒന്നും പറയാനൊന്നും നിന്നിട്ടില്ല. അങ്ങനെ പിന്നീട് കനക നവ്യയുടെ വിവരങ്ങൾ അറിയാനായിട്ട് വിളിക്കുന്നും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നവ്യ നയനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും ആദർശിനെ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടിട്ട് കനകയ്ക്ക് ആദർശിനെ കുറ്റപ്പെടുത്തി നവ്യ സംസാരിക്കുന്നത് കേട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് കനക നവ്യയോട് പറയുന്നുണ്ട്, നീ നിന്റെ ചേച്ചിയെ മനസ്സിലാക്കണം. ഇത്രയും നാൾ ഞാൻ എന്തായാലും കുറ്റപ്പെടുത്തി, നിന്റെ അച്ഛനും കുറ്റപ്പെടുത്തി. പക്ഷേ ഇനി എന്തായാലും കുറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം അവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് യഥാർത്ഥമായിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇനി നീ നിന്റെ അനിയത്തിയെ ഒരക്ഷരം പോലും കുറ്റം പറയുകയോ ആദർശിനെ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. അത് ഒരിക്കലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. നീ വേണമെങ്കിൽ നിന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തിക്കോ, കാരണം അവനെ അതിന് അർഹതയുള്ളൂ. മറ്റൊരാളെയും കുറ്റം പറയാൻ നിനക്ക് അവകാശമില്ല, അർഹതയില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അതൊക്കെ കേട്ടിട്ട് നമ്മുടെ നവ്യക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നവ്യ കനകയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ അമ്മയ്ക്ക് പെട്ടെന്നൊരു മാറ്റം? ഇത്രയും നാൾ ആദർശേട്ടനെ കുറ്റം പറഞ്ഞ് നടന്ന അമ്മയാണല്ലോ ഇപ്പോൾ തലതിരിച്ച് പറയുന്നത്. ഇതെന്താ പറ്റിയത്? ഇനിയിപ്പോൾ എൻ്റെ അനിയത്തി അമ്മയെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്തോ, അല്ലെങ്കിൽ വല്ലതും തന്ന് ഇനി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞോ എന്നൊക്കെ പറയുമ്പോൾ കനകയ്ക്കാകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ മറ്റുള്ളവർ ഓരോന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ